കുരുവിക്കാനം കാറ്റാടിപ്പാടവും കുരിശുമലയും ഒക്കെ ചുറ്റിക്കറങ്ങി കാണുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ. അവിടെ നിന്ന് രാമക്കൽമേട്ടിൽ എത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാമക്കൽമേട് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. കുറവൻ കുറത്തി ശില്പമൊക്കെ നിൽക്കുന്ന കേരളത്തിന്റെ ഭാഗവും അതിനെതിർവശത്തായി തമിഴ്നാടിന്റെ ഭാഗത്ത് കാണുന്ന രാമക്കല്ല് എന്ന വലിയൊരു പാറമലയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. നമ്മൾ ആദ്യം രാമക്കല്ലിലേക്കുള്ള ചെറിയൊരു ട്രെക്കിംഗ് ആണ് നടത്തുന്നത്. അല്പം ഒരു സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്ന ട്രെക്കിംഗ് റൂട്ട് ഇതുപോലെയൊന്നും വേറെയില്ല. കയറിയ ക്ഷീണമൊക്കെ സുന്ദരവും വിശാലവുമായ ഈ തമിഴ്നാടൻ ദൃശ്യങ്ങളുടെ കാഴ്ചയിൽ ആവിയായി പോകും. ഇതാണ് രാമക്കൽമേട് ടൗൺ. സഞ്ചാരികളെ ഓഫ് റോഡിങ്ങിന് കൊണ്ടുപോകുവാൻ തയ്യാറായി നിൽക്കുന്ന ജീപ്പുകളാണ്. ദൂരെ ആ കാണുന്ന വലിയ പാർക്കറ്റിലേക്കാണ് നാം പോകുന്നത്. അവിടെ നിൽക്കുമ്പോഴാണ് തമിഴ്നാടിന്റെ ഏറ്റവും മനോഹര ദൃശ്യം ലഭ്യമാകുന്നത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ടാകും രാമക്കല്ലിലേക്ക്. ഇതിലെയാണ് പോകേണ്ടത്. ഇവർ മലപ്പുറത്തു നിന്ന് വന്ന് ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ മുതൽ തമിഴ്നാട് വനം വകുപ്പിന്റെ കോംബെ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗങ്ങളാണ്. അതിക്രമിച്ച് കടക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇവിടെ പ്രത്യേക പാസിന്റെ ഒന്നും ആവശ്യമില്ല. ഗുഹ പോലെയുള്ള വഴിയാണ്. ഇല്ലിക്കാടൊക്കെ കടന്ന് ആരൊക്കെയോ വരുന്നുണ്ട്. മിക്കവാറുമൊക്കെ ഒറ്റയടിപ്പാതയാണ്. വലതുവശത്തേക്ക് വലിയ കുഴിയാണ്. ഇടയ്ക്കിടെ മരങ്ങൾക്കിടയിലൂടെ വിദൂര കാഴ്ച ലഭിക്കും. സന്ദർശകർ പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റുമൊക്കെ ഇട്ടിട്ട് പോകുന്നതിനാൽ ഈ അടുത്തിടെ ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം തമിഴ്നാട് വനം വകുപ്പ് നിരോധിച്ചിരുന്നു. വീണ്ടും അനുമതി നൽകിയതാണ്. ഇത്രയും നല്ല വഴി ഈ തുടക്കത്തിലേ ഉള്ളൂ. കയറ്റം കയറുന്നത് ബഹുരസമാണ്. വഴിയെ കാണാം. എന്നാൽ മേപ്പാടിയിൽ പോയി ചെമ്പ്രാപ്പിക്ക് കയറുന്ന ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല. അത്യാവശ്യം ആരോഗ്യമുള്ളവർക്കൊക്കെ കയറാം. 1-2 കുപ്പി വെള്ളവും ആവശ്യമെങ്കിൽ ലഘുഭക്ഷണവും കയ്യിൽ കരുതുക. ഉച്ചസമയത്ത് നല്ല വെയിലായിരിക്കും. രാവിലെയോ വൈകുന്നേരമോ കയറുന്നതാണ് കൂടുതൽ നല്ലത്. ഇവിടെ മുതൽ കയറ്റം തുടങ്ങും. പിന്നിലേക്ക് നോക്കുമ്പോൾ ദൂരെ കുറവൻ കുറത്തി ശില്പവും പാർക്കുമൊക്കെ ഇരിക്കുന്ന കുന്നിൻ പുറം കാണാം. വഴിയും കുഴിയുമുണ്ട്. ഇഷ്ടമുള്ളതിലേ പോകാം. നമുക്ക് മുമ്പേ ഗമിച്ചവർ തിരിച്ചിറങ്ങുന്ന രംഗമാണിത്. നമ്മൾ യാത്ര തുടങ്ങിയ ജംഗ്ഷനൊക്കെ ഇപ്പോൾ വ്യക്തമായി കാണാം. തമിഴ്നാട് ഭാഗത്തേക്കുള്ള മലഞ്ചെരിവുകളാണ്. ഇവിടമൊക്കെ കാണുമ്പോൾ മംഗളാദേവി യാത്ര ഓർമ്മ വരും. ഈ ചാനലിൽ മംഗളാദേവി യാത്രയുടെ വീഡിയോകൾ ചേർത്തിട്ടുണ്ട്. മുകളിൽ ആ കാണുന്നതാണ് രാമക്കല്ല്. രാമക്കല്ല് കീഴടക്കി തിരിച്ചു വരുന്നവരാണ്. രാമക്കൽമേട് അറിയപ്പെടുന്നത് തന്നെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ ഒന്നായാണ്. വർഷത്തിൽ എല്ലാ ദിവസവും ഏതു സമയത്തും ഇവിടെ മണിക്കൂറിൽ ശരാശരി 35 കിലോമീറ്റർ എങ്കിലും വേഗതയിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കും. മുകളിലേക്ക് കയറും തോറും കാറ്റിന്റെ വേഗതയും കൂടും. ഡിസൈൻ ചെയ്തെടുത്തതുപോലെയാണ് തമിഴ്നാടിന്റെ കൃഷിസ്ഥലങ്ങൾ. അതിന്റെ മുകളിൽ കയറണം. നേരെ അങ്ങോട്ട് നടക്കാം. രാമക്കല്ലിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ലഭിക്കുന്നത് താഴെ കാണുന്ന ആ പാറക്കൂട്ടത്തിൽ നിന്നാലാണ്. തിരികെ വരുന്ന വഴി അവിടെയും ഒന്ന് കയറാം. അങ്ങനെ വീണ്ടും കയറ്റം തുടങ്ങി. വലിയ വഴിയായിട്ടൊന്നുമില്ല. അങ്ങ് കയറുക, അത്ര തന്നെ. ഇടതുവശത്തേക്കുള്ള കാഴ്ചയാണ്. ശക്തമായ കാറ്റായതിനാൽ ഇനി വളരെ സൂക്ഷിക്കണം. അതാ ദൂരെ കുരുവിക്കാനം കാറ്റാടിപ്പാടം. വിശാലമായ കാഴ്ചകൾ. ആ പാറയുടെ മുകളിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കയറ്റമാണ് അല്പം ദുർഘടമായിട്ടുള്ളത്. ശക്തമായ കാറ്റുമുണ്ട്. വഴി എന്നൊരു സങ്കല്പം മാത്രമേ ഇവിടെയുള്ളൂ.
കല്ലിനേക്കാൾ കൂടുതൽ കുപ്പികളാണ്. വെറുതെയല്ല തമിഴ്നാട് ഇവിടെ പ്രവേശനം നിരോധിച്ചത്. അങ്ങനെ ഏതാണ്ട് മുകളിലെത്തി. ഈ പാറയിടുക്കിലൂടെ വേണം ഏറ്റവും മുകളിൽ കയറാൻ. അതൊരല്പം ശ്രമകരവും ശക്തമായ കാറ്റാണെങ്കിൽ അപകടകരവുമാണ്. കയറുന്നതിലും ബുദ്ധിമുട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങാനാണ്. സീതയെ തിരിഞ്ഞ് ലങ്കയിലേക്കുള്ള യാത്രയിൽ ശ്രീരാമൻ തന്റെ പാദം പതിപ്പിച്ച ഇടമാണ് ഈ രാമക്കല്ല് എന്നാണ് ഐതിഹ്യം. ഈ പാറകളുടെ വിടവിലൂടെ താഴേക്ക് നോക്കുമ്പോൾ അതിലെ കുറെ ആളുകൾ നടക്കുന്നുണ്ട്. പാറയുടെ മറ്റൊരു ഭാഗത്തുകൂടി അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. ഈ മലമുകളിൽ നിന്നാൽ തൊട്ടു താഴെ കമ്പം, തേനി, തേവാരം, ബോഡിനായ്ക്കന്നൂർ എന്നിങ്ങനെ കൃഷിത്തോട്ടങ്ങളുടെയും ഗ്രാമങ്ങളുടെയും അതിമനോഹരമായ ഒരു 360 വ്യൂ ലഭിക്കും. വൈകുന്നേരങ്ങളിൽ താഴെ തമിഴ്നാടൻ നഗരങ്ങളിൽ ലൈറ്റുകൾ തെളിയുമ്പോഴുള്ള കാഴ്ചയും ഒരു ദൃശ്യവിരുന്നാണ്. ഇതാണ് നമ്മൾ കാത്തിരുന്ന മനോഹര ദൃശ്യം. വരച്ചു വെച്ചതുപോലെയുണ്ട്. ആ ചങ്ങാതി നിൽക്കുന്ന പാറയുടെ താഴോട്ടുള്ള കാഴ്ച അല്പം കഴിഞ്ഞ് താഴെ എത്തുമ്പോൾ കാണിക്കാം. ഇനി ഇതിന്റെ മറുവശം കാണാം. അതിശക്തമായ കാറ്റാണെങ്കിൽ ഇതിലെ നടക്കുന്നത് അപകടകരമാണ്. ദൂരെ പുഷ്പഖണ്ഡം കാറ്റാടിപ്പാടമാണ് കാണുന്നത്. ഇവിടെയും അഗാധ ഗർത്തമാണ് താഴേക്ക്. ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. നമ്മൾ കയറി വന്നപ്പോൾ താഴെ വലതുവശത്തായി കണ്ട പാറക്കൂട്ടത്തിലേക്ക് ഒന്ന് പോകാം. അവിടെ നിന്ന് കണ്ടാൽ മാത്രമേ രാമക്കല്ലിന്റെ ഭീകരമായ ആ വലിപ്പം മനസ്സിലാകൂ. ഇതാണ് രാമക്കല്ലിന്റെ യഥാർത്ഥ രൂപം. മുകളിൽ ആ വലത്തെ അറ്റത്ത് മുഴച്ചു നിൽക്കുന്ന ഭാഗത്താണ് മുമ്പേ ഒരു ചെങ്ങാതി നിന്നിരുന്നത്. ഈ പാറയ്ക്ക് മാത്രം 1000 അടിയിലധികം ഉയരമുണ്ട്. ഈ പാറയുടെ മുകളിൽ നിന്നൊരാൾ താഴെ വീണാൽ ചെന്ന് പതിക്കുന്നത് അടിവാരത്തായി കാണുന്ന ഇല്ലിക്കാടുകൾക്കും അപ്പുറത്തേക്കാണ്. അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ വീഴുന്നയാളുടെ ഹൃദയം നിലച്ചു പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ കാറ്റൊക്കെ കണക്കിലെടുക്കുമ്പോൾ അത്രമേൽ ആത്മഹത്യാപരമാണ് ആ പാറയുടെ അറ്റത്തൊക്കെ പോയി നിൽക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അവിസ്മരണീയമാണ്. എപ്പോഴും സുരക്ഷിതമായ ഒരകലം പാലിച്ചാൽ മതി. സെപ്റ്റംബർ മുതൽ മെയ് മാസം വരെയാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. കനത്ത മഴക്കാലം ഇവിടെ അപകടകരമാണ്. മൂന്നാർ തേക്കടി റൂട്ടിൽ നെടുംകണ്ടത്തുനിന്ന് 15 കിലോമീറ്ററും കുമളിയിൽ നിന്ന് 40 കിലോമീറ്ററുമാണ് ഏകദേശം ദൂരം. ആ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോകാൻ ചെറിയൊരു വഴിയുണ്ട്. കമ്പം, ഉത്തമപാളയം, കോമ്പെ വഴി വന്നാൽ താഴെ കാണുന്ന റോഡിലൂടെ ഈ മലയുടെ താഴ്വാരത്തിലെത്താം. ഇതിലെ താഴേക്കൊന്ന് ഇറങ്ങാം. ഇവിടെ നിൽക്കുമ്പോഴാണ് തമിഴ്നാടൻ സമതലത്തിന്റെ ഏറ്റവും വിശാലമായ കാഴ്ച ലഭിക്കുന്നത്. ഡിസൈൻ ചെയ്തെടുത്ത കൃഷിപ്പാടങ്ങൾ, അവിടെ നിന്ന് കേരളത്തിലേക്ക് ചെരിഞ്ഞു കയറുന്ന കുന്നിൻ ചെരിവുകൾ, അങ്ങേയറ്റത്ത് കുറവൻ കുറത്തി ശില്പം. രാമക്കൽമേട് കാണാൻ മലപ്പുറത്തു നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. അവർക്ക് ഈ കാഴ്ച എത്ര കണ്ടിട്ടും മതി വരുന്നില്ല. നമ്മളിനി രാമക്കൽമേട് ജംഗ്ഷനിലേക്ക് തിരിച്ചു നടക്കുകയാണ്. വഴിയിൽ ഇങ്ങനെ കുറെ പേരെ കണ്ടു. അങ്ങനെ നമ്മൾ തിരികെ ഇന്ത്യയിലെത്തി. കുറവൻ കുറത്തി ശില്പവും വേഴാമ്പൽ വാച്ച് ടവറും പാർക്കുമൊക്കെയുള്ള ഇന്ത്യയിലെ രാമക്കൽമേട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അത് അടുത്ത എപ്പിസോഡിൽ.